Neurovibes. വെൽക്കം ഓൺ. നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് ആണ്, അല്ലെ? എത്ര പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ടൗണിലേക്ക്, നിങ്ങൾ താമസിക്കുന്ന ടൗണിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. അവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഏത് ടൈപ്പാണ്? അതെ, ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പാണ്. അതെ, ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പിന്റെ പ്രത്യേകത എന്താണ്? അതെ, 10-15% മാക്സിമം മാർജിൻ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെ? 90% പ്രൊഡക്റ്റിനും 10-15% മാർജിൻ ആയിരിക്കും. വളരെ കുറച്ച് പെർസെന്റേജ് പ്രൊഡക്റ്റിന് മാത്രമേ അതിൽ കൂടുതൽ മാർജിൻ ഉണ്ടാവുള്ളൂ. യെസ്, എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കൊരു 10-15% പ്രോഫിറ്റ് മതിയോ? ഒരിക്കലുമല്ല. കാരണം ട്രഡീഷണൽ ബിസിനസ്സുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഈ പറഞ്ഞ 10-15% മാർജിൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം വേണ്ടത് 30% പ്രോഫിറ്റ് ആണ്. 30-50% പ്രോഫിറ്റ് ആണ് നമുക്ക് മിനിമം വേണ്ടത്. നിങ്ങൾ ടൗണിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കൂ. അവിടെ 1-2 സ്ഥാപനങ്ങൾ ഉണ്ടാവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ രീതിയിൽ പ്രോഫിറ്റ് എടുക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഡീപ്പായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഫേമിന്റെ പ്രത്യേകത എന്താണ്. അതെ, അവരധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു കൺസെപ്റ്റ് എടുത്തിട്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, ആ ഒരു പ്രൊഡക്റ്റ് ത്രൂ അല്ലെങ്കിൽ ആ ഒരു സർവീസ് ത്രൂ കസ്റ്റമർക്ക് ഹൈ ആയിട്ടുള്ള ഒരു വാല്യൂ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. യെസ്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടതും ആ ഒരു ഹൈ പ്രോഫിറ്റ് ആണ്. ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ പ്ലാനിങ്സും, അതായത് ഒരു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത് അതിന്റെ പ്ലാൻ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബിസിനസ്സുകാരുടെ ആ ഒരു ഇമേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഏകദേശം 90% ബിസിനസ്സുകൾ ഫെയിലർ ആവുന്നുണ്ട്, 10% സ്റ്റാർട്ടപ്പുകളാണ് സക്സസ് ആവുന്നത്. അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90% ഫെയിലിയർ ആവുന്നത് ആ വ്യക്തികളുടെ സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, അവർ ഒപ്റ്റ് ചെയ്ത ബിസിനസ് റോങ് ആയതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ 10%ലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ സക്സസ് ആവാനുള്ള കാരണം അവരുടെ ഹൈ സ്കില്ല് കൊണ്ടാണ്. അവരവിടെ ഒപ്റ്റ് ചെയ്തത് അവരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് അവർക്ക് നന്നായിട്ട് കൺട്രോൾ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ സക്സസ് ആയത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തു എന്താണ്? നമ്മളും ഈ ഒരു സെഗ്മെന്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. 90% ഫെയിലിയർ, 10% സക്സസ്. യെസ്, ഈ ഒരു കോഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എന്താണ് ആ 10% ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ഫോർമുല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ഈ 1 week പ്രോഗ്രാമിൽ ക്ലിയർ ചെയ്യും. എങ്ങനെ ഒരു പാർട്ട്ണറെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഒരു പാർട്ട്ണറുമായിട്ട് നമുക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാം, അങ്ങനെ എല്ലാ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.